ഹേ ഗായ്സ്, ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ കൂടാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത്. അൽസാജിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ. എൻ്റെ വല്യമ്മയുടെ മോൻ്റെ മാരേജാണ് കേട്ടോ. കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. റിസപ്ഷൻ ഇവിടെ അൽസാജിൽ വെച്ചിട്ട് ഞങ്ങൾ അമ്മമ്മമാരും ഞാനും കൂടി ഓട്ടോയിൽ പോയി. അച്ഛനും ചേച്ചിയും കുഞ്ഞും അമ്മയും എല്ലാവരും കൂടി 2 വീലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റീച്ചായി. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. അനു എന്നാണ് ചേച്ചിയുടെ പേര്, അരുൺ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുറേ ലൈറ്റിങ്സ് കാര്യങ്ങളുണ്ടായിരുന്നു. കേശു അവിടെ എത്തിയതും തുള്ളിച്ചാടി ഇങ്ങോട്ടോ പോയി. ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും. അവർ രണ്ടുപേരും ഓരോ നമ്മുടെ റിലേറ്റീവ്സും പരിചയമുള്ളവരോടൊക്കെ ഫോട്ടോ എടുക്കുന്നതിൽ തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കസേരയിൽ ഇങ്ങനെ പോയിരുന്നു. അവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ബന്ധുക്കളടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവിടെ വയലിനും കീബോർഡും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 2 സ്ക്രീനിൽ അവരുടെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. പുറത്ത് കുറച്ച് സ്റ്റാർട്ടേഴ്സും ചായയും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി ഏതോ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് കണ്ടു. പുറത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ. അത് ശേഷം ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ പോകാൻ സമയമായി. അപ്പോൾ പിന്നെ അവർ സങ്കടമായി, യാത്ര പറച്ചിലായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചേട്ടൻ്റെ അനിയൻ നടത്തുന്ന കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളായിരുന്നു. അവർ വേറെ ഡാൻസേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് ഡാൻസൊക്കെ നടത്തി അങ്ങനെ കുറച്ച് വൈബ് ടൈമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അവരെ ഇതുപോലെ ഇങ്ങനെ വെൽക്കം ഒക്കെ ചെയ്തുകൊണ്ട് വന്ന് അവിടെ കസേരയിൽ ഇരുത്തി. പിന്നെ ഈ നടുക്ക് കിടന്ന് കളിക്കുന്നതാണ് ചേട്ടൻ്റെ അനിയൻ. അപ്പോൾ അവരുടെ എല്ലാവരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8:30-8:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോയി. തിരിച്ച് ഞാനും ചേച്ചിയും കൂടെ എൻ്റെ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.